ഈ പേപ്പർ ആദ്യം കൈ കിട്ടുന്നത്. ഈ പേപ്പർ കാണുമ്പം എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടം വരെ എത്തി. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചാ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. കോടികളുടെ ഒരു പള്ളിയൊക്കെ ആണെന്നൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. ശരിയാണ്, കോടികൾ വേണ്ടി വന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളായിരുന്നു, ഒരു ആശയം ഇത്രയേ ഉള്ളായിരുന്നു. കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ ഒരു വൃക്ഷത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ അതിലേറ്റവും നല്ലതാണ് നമ്മൾ കൊടുക്കുന്നത്. ഈശോയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതായിരിക്കണം. അതിനോടാണ് ഈ ദൈവജനം മൊത്തം സഹകരിച്ചത്. അങ്ങനെയാണ് അവർ ആ ആശയം ഉൾക്കൊണ്ടു. നമുക്ക് ഏറ്റവും നല്ലത് പണിയണം. അല്ല, അച്ഛൻ്റെ പാറപ്പള്ളിക്കാരുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഇടവക്കാരെ നന്നായിട്ട് ഒരു ആ ആശയത്തെ സ്വീകരിച്ചില്ലേ. പിന്നെ ഇത് ബൃഹത്തായ ഒന്നായിട്ട് മാറുന്നതിൻ്റെ പിന്നിലെ കാരണം ഇത് അതിരൂപതയുടെ പൊതുവായിട്ടുള്ള ദേവാലയമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്, പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയുള്ള ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തികവിൽ നൽകുവാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ടായത്. അച്ഛാ, ഇനിയും 100 ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പാടെ 100 ദിവസമേ ഉള്ളൂ. നമ്മൾ 2015 ഓഗസ്റ്റ് 15 ആരംഭിച്ച് ഇനി ഓഗസ്റ്റ് 13 ആവുമ്പം ഇനി 100 ദിവസം. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും